മുഖ്യമന്ത്രിക്കെതിരായ എംടിയുടെ പ്രസംഗത്തെ പിന്തുണച്ച് കൂടുതൽ സാംസ്കാരിക പ്രവർത്തകർ രംഗത്ത്. എംടി നട്ടലിലുള്ള എഴുത്തുകാരനാണെന്നും നടൻ ജോയ് മാത്യുവിന്റെ പ്രതികരണം. അധികാരത്തിന്റെ മുഖത്ത് എംടി ധീരമായി തുപ്പുന്നുവെന്ന് നടൻ ഹരീഷ് പേരടിയും വ്യക്തമാക്കി. എന്നാൽ കേന്ദ്ര സർക്കാരിനെയാണ് എംടി വിമർശിച്ചതെന്നായിരുന്നു CPM മന്ത്രിമാരുടെയും നേതാക്കളുടെയും പ്രതികരണം. MD വാസുദേവൻ നായർ നട്ടലുള്ള എഴുത്തുകാരനെന്നാണ് ജോയ് മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. സർവ്വ അധികാരി എന്ന അഹങ്കരിക്കുകയും ഭയത്താൽ ജനങ്ങളിൽ നിന്ന് ഒളിച്ചു നിൽക്കുകയും ചെയ്യുന്ന അധികാരികളുടെ മണ്ടയ്ക്കടിക്കുന്ന ചോദ്യങ്ങളാണ് MD ഉന്നയിച്ചത് എന്നും ജോയ് മാത്യു വിശേഷിപ്പിക്കുന്നു. MD അധികാരികളുടെ മുഖത്ത് ധീരമായി തുപ്പുന്നുവെന്ന് നടൻ ഹരീഷ് പേരടി സമൂഹ മാധ്യമത്തിൽ എഴുതി. കേരള സാഹിത്യോത്സവ വേദിയിൽ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയുക മാത്രമാണ് താൻ ചെയ്തതെന്ന് MD തന്നോട് പറഞ്ഞതായി സാഹിത്യകാരൻ NE സുധീർ പറയുന്നു. ഉദ്ഘാടനത്തിന്റെ തലേദിവസം വേദിയിൽ ചിലത് പറയുന്നുവെന്നും അത് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നും MD പറഞ്ഞതായും സുധീറിന്റെ ഫേസ്ബുക്കിലുണ്ട്. എന്നാൽ MD കേന്ദ്ര സർക്കാരിനെയാണ് വിമർശിച്ചത് എന്നായിരുന്നു ധനമന്ത്രി KN ബാലഗോപാൽ, ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ എന്നിവരുടെ പ്രതികരണം. ഞാൻ ആ പ്രസംഗം കേട്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് BJP ഗവൺമെന്റിനെ കുറിച്ചും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ചുമാണ്. ഞാൻ അങ്ങനെ ധരിക്കാൻ കാരണം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെയാണ്. നിങ്ങൾക്ക് തോന്നുന്നത് ഈ ഇത്തരം നിരീക്ഷണം ഇത് ഇടതുപക്ഷത്തിനെതിരായിട്ടാണെന്ന് നിരീക്ഷിക്കുന്നത് ഇടതുപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ചിന്തകരുടെ, പത്രപ്രവർത്തകരുടെ, രാഷ്ട്രീയക്കാരുടെ ഭാവമായിട്ടാണ്. ബഹുമാനായ MDയുടെ പ്രസംഗത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയൊരു വിവാദമാണ്. കേരളത്തിൽ അഭിപ്രായം പറയാനും ചോദിക്കാനും ഇടപെടാനും വിമർശിക്കാനും എന്ത് പ്രതിഷേധിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള സ്ഥലമാണല്ലോ. അഭിപ്രായം പറയുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ആളുകളെ തന്നെ അറസ്റ്റ് ചെയ്യുന്നു. ഇതൊക്കെയാണല്ലോ ഇന്ത്യയിലെ പല സ്ഥലത്തും ഉള്ളത്. അപ്പോൾ അങ്ങനൊരു സ്ഥിതി കേരളത്തിലുണ്ടോ? പിണറായി ജനകീയ നേതാവെന്നും MD അങ്ങനെയൊന്നും പറയില്ലെന്നും അറിയിച്ച് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനും പ്രതിരോധിക്കാൻ ശ്രമം നടത്തി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജനനേതാവാണ്. അപ്പോൾ ഒരിക്കലും MD അങ്ങനെ ഉദ്ദേശിക്കില്ല. ജനം, തിരുവനന്തപുരം.